കൊടുങ്ങാട്ടുകുളം ജനകീയ കൂട്ടായ്മയുടെ അംഗങ്ങളെ, നാട്ടുകാരെ, ഇന്ന് ഗാന്ധി ജയന്തി ദിവസം നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ഇതിനു വേണ്ടി നമ്മുടെ കുളം ഒരുപാട് കാലമായിട്ട്, ഏകദേശം 2-3 മാസമായിട്ട് പായൽ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. എങ്കിലും നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ മറികടന്നുകൊണ്ട് പായൽ വന്നു. അതിനെ ശാസ്ത്രീയമായിട്ട് നേരിടൽ എങ്ങനെയെന്നുള്ള പഠനം നടത്തി നമ്മൾ ഗ്രാസ് കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ 200 എണ്ണം നമ്മളിവിടെ നിക്ഷേപിച്ചു. അതിൻ്റെ ഫലമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പായലുകൾ മുഴുവനായിട്ട് അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കുളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ആ പായലിനെ അല്ലെങ്കിൽ ആ ചണ്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരുപാട് ആളുകളുടെ, നമ്മുടെ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി ഇന്നത്തെ ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും വരുന്ന കാലങ്ങളിൽ ഈ കുളത്തിൽ വരുന്ന മാലിന്യങ്ങൾ മുഴുവനായിട്ടും നീക്കം ചെയ്യുകയും, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ ഈ പ്രദേശത്ത് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും മാലിന്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ലേസ് പോലത്തെ അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ആ പാക്കറ്റ് ഇവിടെ ഇടുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച്, ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു പാക്കറ്റ് ഇവിടെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെന്ത് ചെയ്യുക, പെറുക്കിയിട്ട് നമ്മൾ ഡസ്റ്റ്ബിന്നിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഥവാ നമ്മളെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. നമ്മളാരും അത് ഒരു ബാധ്യതയായി കണക്കാക്കാതെ നമ്മളൊരു ഉത്തരവാദിത്തമാണ്. ഇവിടെ ഒരു മലിന വസ്തു ഇവിടെ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇവിടെ കിടക്കുന്ന സമയത്ത് അത് കുളത്തിലേക്ക് കാറ്റിന് പാറി വീഴാത്ത രൂപത്തിൽ അത് ഇവിടേക്ക് ഏതെങ്കിലും ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കവറിൽ കെട്ടിയിട്ട് അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിക്ഷേപിക്കുക. ഇത് നമ്മളുടെ ഒരു കടമയാണ്. ഈ നമ്മൾ ആരെങ്കിലും ഇത് ഇവിടെ വലിച്ചെറിയുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവരെ ഒന്ന് ബോധവൽക്കരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ തിന്നോളൂ, കുഴപ്പമില്ല, അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഡസ്റ്റ്ബിന്ന് ഉപയോഗപ്പെടുത്തണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ പിന്നീട് അത് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ വരും കാലങ്ങളിലും കുളവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിലൊക്കെ നമ്മൾ കൂട്ടമായിട്ട്, അതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും കാണാതെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മുന്നിലുണ്ടാവണം. ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ അവരുടെ പണിയും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്രയും സമയം, ഏകദേശം ഒരു 4-5 മണിക്കൂർ സമയം ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും ഈ ഒരു നല്ല കർമ്മം ഈ നാടിന് ഉപകരിക്കട്ടെ. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.